ഹായ്, എല്ലാവർക്കും ആർജെ ക്യാമറസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള മണിമലത്തെ സ്റ്റോറിലെ കുറച്ച് ക്യാമറ കളക്ഷൻസ് ആണ് ഇന്ന് പരിചയപ്പെടുന്നത്. നമുക്ക് ബേസ് മോഡൽ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ നിക്കോണിന്റെ D80 മഴക്കാലത്ത് ഒരു പുലിക്കുട്ടി തന്നെ പറയാം. ഇതിന്റെ റേറ്റ് വരുന്നത് വെറും 7000 രൂപ മാത്രമുള്ളൂ വിത്ത് ലെൻസ് ഉൾപ്പെടെ. 18-105 ലെൻസ് വിട്ട് വെറും 7000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ സ്റ്റാർട്ടിംഗ് റേഞ്ച് വീഡിയോ ഓപ്ഷൻ ഒക്കെ വരുന്ന മോഡലാണ് നിക്കോണിന്റെ 3100 മോഡൽ. ഇത് നമുക്കൊരു 6000 രൂപ റേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ നിക്കോൺ തന്നെ ഫ്ലിപ്പ് സ്ക്രീനും കാര്യങ്ങളൊക്കെ സ്ക്രീനൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് 5100 എന്ന സീരീസ്. ഇതൊക്കെയാണെങ്കിൽ 10-11 റേഞ്ച് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. പിന്നെ നിക്കോണിന്റെ സീരീസ് നോക്കിയാൽ 3200, 3300 ഇതെല്ലാം നമ്മുടെ സ്റ്റോക്കുള്ള മോഡലാണ്. 3400 ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ 18-105 ലെൻസ് ചേർത്ത് 15000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. വൈഫൈ ഫെസിലിറ്റി ഒക്കെ വരുന്ന കിറ്റിലും ക്യാമറ 3400. അത്യാവശ്യം നല്ല ക്വാളിറ്റി 24 മെഗാപിക്സലൊക്കെ വരുന്ന ക്യാമറയാണ്. പിന്നെ കാനോണിന്റെ 3400 ഇരിക്കുന്നുണ്ട്. വെറും 10000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. സെയിം ക്യാമറ തന്നെയാണ്. ഇതിന്റെ കണ്ടീഷനും നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ. ബോഡി കണ്ടീഷൻ ബേസ് ആയ റേറ്റ് 33 ആണ് വരുന്നത്. റേറ്റ് വെറും 10000 രൂപയ്ക്ക് വിത്ത് ലെൻസ് ഉൾപ്പെടെ കൊടുക്കാൻ പറ്റും. 34 നമ്മുടെ സ്റ്റോക്ക് ചെയ്യുന്നത്. കാനോണിന്റെ മോഡലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാനോണിന്റെ 1200 അമച്ചേഴ്സിനൊക്കെ പറ്റിയ തുടങ്ങാനൊക്കെ പറ്റിയ ബെസ്റ്റ് മോഡലാണ്. നമ്മളതിന് ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ പുത്തൻ കണ്ടീഷൻ സ്റ്റോക്ക് ചെയ്യിക്കുന്നു. ഷട്ടറൊക്കെ നോക്കിയാൽ വെറും 50 ഷട്ടർ താഴെ അടിച്ച് പീസുകളാണ് ഈ 2 പീസുകളും. റേറ്റ് വരുന്നത് 15000 തൊട്ട് നമ്മുടെ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. ഇതിലെ പീസ് വരുന്നത് 16500 വരും. 50 കൂടെ താഴെ ഫ്രഷ് പീസാണ് ഇരിക്കുന്നത്. ഈ സെയിം തന്നെ നമുക്ക് 13000-നും 14000-നും എല്ലാം കൊടുക്കാൻ പറ്റും. കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്താണ് എല്ലാ റേറ്റ്. അതിൻ്റെ ഒരു 3-4 പീസ് ഇരിക്കുന്നത്. അടുത്ത മോഡലിൽ തന്നെ കാനോണിന്റെ 1300. ഇതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ 18 മെഗാപിക്സലും വൈഫൈ ഒക്കെ വരുന്ന മോഡലാണ്. NFC HDMI ഔട്ട്പുട്ട് എല്ലാം കൊണ്ടും നല്ല ബെസ്റ്റ് ഒരു മോഡൽ തന്നെ പറയാം. ഇത് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 14000 തൊട്ട് 17000 രൂപ വരെയാണ് കണ്ടീഷൻ സ്റ്റോക്ക് ചെയ്യുന്നത്. പല കണ്ടീഷനും പല ക്വാളിറ്റിയിലുള്ള പീസുകൾ നമ്മുടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നല്ല പുതുപുത്തൻ കണ്ടീഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടീഷൻ കുറഞ്ഞ സാധനം റേറ്റ് കുറഞ്ഞ മതിയെങ്കിൽ ആ പീസുകൾ നമ്മുടെ സ്റ്റോറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ നിങ്ങളുടെ പ്രൈസ് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത മോഡൽ നിക്കോണിന്റെ 3000D 4000D ആ ഒരു സീരീസിൽപ്പെട്ട ക്യാമറകളൊക്കെ. കാനോണിന്റെ 3000 4000 ഇതൊക്കെ തന്നെ വൈഫൈ കാര്യങ്ങളൊക്കെ വന്നാൽ പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. പുതിയ സൈസ് പുതിയ വേരിയന്റിൽ പെടുന്ന ക്യാമറയാണ് വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് ആ റേഞ്ച് തന്നെ 13000, 16, 17 ആ റേഞ്ച് കണ്ടീഷനും വാറണ്ടി ഒക്കെ അനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. 15 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആവറേജ് കുഴപ്പമില്ലാത്ത നല്ല ബോഡികളൊക്കെ കിട്ടും. ഇത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കിട്ടുന്ന ബോഡികളാണ്. അടുത്ത പറഞ്ഞാൽ 24 മെഗാപിക്സൽ വൈഫൈ ഒക്കെ വരുന്ന മോഡലാണ് കാനോണിന്റെ 1500 മോഡൽ. നമ്മുടെ ഏകദേശം 18000 തൊട്ട് 22000 രൂപ വരെ 1500 ഇരിക്കുന്നുണ്ട്. അതിന്റെ ഏകദേശം 8-9 പീസ് ഇരിക്കുന്നുണ്ട്. 2000D എന്ന സീരീസ് തന്നെ ഇതിന്റെ തന്നെ സെയിം ഗൾഫ് മോഡൽ എന്ന പീസാണ്. ഇത് നമുക്ക് 20,000 ആ റേഞ്ചിലേക്ക് നമുക്ക് സെല് ചെയ്യാൻ പറ്റും വിത്ത് ലെൻസിന്റെ ഉൾപ്പെടെ. അടുത്ത മോഡലാണ് കാനോണിന്റെ ഫുൾ സ്ക്രീൻ ഒക്കെ വരുന്നത്. കാനോണിന്റെ 600D എന്ന മോഡൽ ഒരു 15000-17000 രൂപ ഒരു ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന അത്യാവശ്യം അമച്ചേഴ്സിനൊക്കെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് കാനോണിന്റെ 600D. അതിന്റെ 4-5 പീസ് എടുത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത മോഡലാണ് 650D. ഇതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ നമുക്ക് 18 മെഗാപിക്സൽ ടച്ച് സ്ക്രീനും ഫ്ലിപ്പ് സ്ക്രീനും വരുന്ന മോഡലാണ്. വൈഫൈ ഫീച്ചേഴ്സ് ഒന്നും വരില്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 20,000 ആണ് റേറ്റ് വരുന്നത്. വിത്ത് ബാറ്ററി ചാർജ് സ്ട്രാപ്പ് ലെൻസും എല്ലാം ഉൾപ്പെടെയാണ് വരുന്നത്. അതിന്റെ 2-3 പീസ് ഇരിക്കുന്നുണ്ട്. അടുത്ത മോഡൽ 700D. ഇത് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 18000 തൊട്ട് 20-22 ആ റേഞ്ച് വരെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. 18-20 രൂപ എടുത്ത് കഴിഞ്ഞാൽ ആവറേജ് കുഴപ്പമില്ലാത്ത പീസുകളൊക്കെ കിട്ടും. അതുപോലെ ടച്ച് സ്ക്രീന് ഫ്ലിപ്പ് സ്ക്രീന് വൈഫൈ എല്ലാം കൂടി വരുന്ന മോഡൽ 750D. ഇത് നമുക്ക് 25-26 ബഡ്ജറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് കൊടുക്കാൻ പറ്റുന്ന ക്യാമറയാണ്. അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് വരുന്ന ക്യാമറയാണ്. വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ട്രാക്കിംഗ് ഒക്കെ വരുന്ന സീരീസ് ആണ് 750D. പിന്നെ അതിന് തന്നെ 70-70, 760D ഒക്കെ 760D ഒക്കെ ആണെങ്കിൽ വിത്ത് ലെൻസ് ഉൾപ്പെടെ 30,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഡബിൾ ഡിസ്പ്ലേ ഒക്കെ വരുന്നത് മേലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. നമുക്ക് 30,000 രൂപയ്ക്ക് വിത്ത് ലെൻസ് ഉൾപ്പെടെ കൊടുക്കാൻ പറ്റും. 800D ഇത് നമുക്ക് 30 രൂപയ്ക്ക് 800D കൊടുക്കാൻ പറ്റും. കണ്ടീഷൻ ബേസ് ആണ് എല്ലാത്ത റേറ്റും. ഇത് വെറും 30,000 രൂപയ്ക്ക് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അതിൻ്റെ തന്നെ 80 ഉണ്ട്, 77D ഉണ്ട്. 200ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് വരുന്നത് വെറും 25,000 രൂപ വരും. 200 കണ്ടീഷൻ നോക്കി നല്ല കിട്ടുന്ന കണ്ടീഷനിലാണ് വെറും 25,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അതിന് തന്നെ കുറച്ച് കണ്ടീഷൻ ഡിഫറൻസ് വരുന്നതാണ് 28-30 ആ റേഞ്ച് വരെ നമുക്ക് സെല് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പീസ് നല്ല പീസാണ്. 25,000 രൂപ മാത്രം നമ്മളൊരു ഓഫർ ഇട്ടേക്കണം. ഈ പീസിന് 25,000 രൂപ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അത് 200D മാർക്ക് 4K റെസൊല്യൂഷൻ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന 200D മാർക്ക്. ഇതിന്റെ റേറ്റ് വരുന്ന ഒരു 33-35 ആ റേറ്റിലേക്ക് കൊടുക്കാൻ പറ്റും. 36-37 വാറണ്ടി കമ്പനി വാറണ്ടി വെച്ചിരിക്കുന്ന ചെറിയ പീസുകൾ നമുക്ക് സ്വന്തമാക്കാം. അടുത്ത മോഡൽ വരുന്ന 250D. ഇത് ഗൾഫ് മോഡലാണ് വരുന്നത്. ഇത് നമുക്ക് 33 രൂപ ആ റേഞ്ച് വരുന്നത്. വിത്ത് ലെൻസ് 250D
4K റെക്കോർഡിംഗ് വരുന്ന ക്യാമറ. 60ഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 15,000 രൂപ സെമി പ്രൊഫഷണൽ ക്യാമറ 60D ഇരിക്കുന്നുണ്ട്. വെറും 15,000 രൂപ നമ്മൾ സ്റ്റാർട്ടിങ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽ 60D. അതിൻ്റെ ഒരു 3 പീസ് ഇരിക്കുന്നത് 70D ആയിക്കോട്ടെ, 22, 23 ആവറേജ് ഇരിക്കുന്നുണ്ട്. 80D ഇരിക്കുന്നുണ്ട്. വെറും 35,000 രൂപയ്ക്ക് 80D കൊടുക്കാൻ പറ്റും. 70 ഇരിക്കുന്നുണ്ട്. 70 നോക്കി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന റേറ്റ് 22,000 രൂപ. നല്ല കിടിലം ബോഡിയാണ്. വരുന്ന റേറ്റ് വെറും 22,000 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ 60ഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 12,000 രൂപ 60 ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ പീസ് നല്ല കണ്ടീഷൻ 60ആണ്. വരുന്ന റേറ്റ് 20,000 രൂപ. നമ്മുടെ 12-13 തൊട്ട് 60 സ്റ്റാർട്ടിംഗ് ഉള്ളതാണ്. ഇപ്പോൾ ആ റേറ്റിനാണെങ്കിൽ 60 മാർക്ക് ഉണ്ട്. 45,000 രൂപയ്ക്ക് 60 മാർക്ക് കിട്ടും. വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് മോഡെന്ന് പറയാം. 5D മാർക്ക് ഇരിക്കുന്നുണ്ട്. 30 രൂപയ്ക്കാണെങ്കിൽ നല്ല ബോഡിയാണ് ഇരിക്കുന്നത്. കണ്ടീഷൻ കുറഞ്ഞ ബോഡികൾ ഇരിക്കുന്നുണ്ട്. 20-22 രൂപയ്ക്ക് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. മാർക്ക് 4 നോക്കിക്കഴിഞ്ഞാൽ ഒരു 48 രൂപയ്ക്കാണ് ഇപ്പോൾ സ്റ്റോക്ക് ചെയ്യുന്നത്. 48-47 രൂപയ്ക്ക് നമുക്ക് 5D മാർക്ക് 4 ചെയ്യാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോഡികളാണ് ഇരിക്കുന്നത്. 47 രൂപ. EOSRലേക്ക് നോക്കിയാൽ വിത്ത് അഡാപ്റ്റർ എടുക്കുക 58,000 രൂപ കൊടുക്കാൻ പറ്റും. മിറർലെസ് ക്യാമറ ഇപ്പോൾ റണ്ണിങ് നല്ല മൂവ്മെൻറ്റുള്ള പീസാണ്. 58,000 രൂപയ്ക്ക് വിത്ത് അഡാപ്റ്റർ എടുക്കുക നമുക്ക് സെല് ചെയ്യാൻ പറ്റും. നിക്കോണിൻ്റെ 3 സീരീസ് കഴിഞ്ഞാൽ 3500 ഇതൊക്കെയാണെങ്കിൽ 18-20 ആ റേഞ്ചിലൊക്കെ 24 മെഗാപിക്സലും വൈഫൈ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന മോഡലാണ്. 560, 5 മെഗാപിക്സൽ ഷേക്കുണ്ട്. മിറർലെസ് നോക്കിയാൽ A6000 ഇരിക്കുന്നുണ്ട്. 26,000 രൂപ A6000 ഇരിക്കുന്നുണ്ട്. 6.1, 6.3 എല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. 6.5 ഒക്കെ ആണെങ്കിൽ വിത്ത് ലെൻസ് എല്ലാം എടുത്ത് 42,000 രൂപ. 5 മാസം വാറണ്ടി ഉണ്ട്. അങ്ങനെ ലെൻസുകളിലേക്ക് നോക്കിയാൽ എല്ലാത്തരം ലെൻസുകളും നമ്മുടെ സ്റ്റോറിൽ എത്തിയിരിക്കുന്നുണ്ട്. ലെൻസുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്യാമറാസുമായിട്ടുള്ള റിലേറ്റഡാണ് എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് ക്യാമറ വേണമെങ്കിലും ലെൻസ് വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് 3 ഷോപ്പുകളാണ് വരുന്നത്. എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയിൽ നമുക്ക് ഒരു ഷോപ്പുണ്ട്. അതുപോലെ കോട്ടയം ജില്ലയിൽ മണമ്പലിൽ നമുക്ക് ഷോപ്പുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് നമുക്ക് ഷോപ്പുണ്ട്. നമുക്ക് അടുത്ത ഏത് ഷോപ്പാണെന്ന് വെച്ചാൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി.